എക്സാം ഒക്കെ ആവാറായി, പക്ഷേ പഠിക്കാനൊരു മൂഡില്ല, ഒരു മോട്ടിവേഷൻ ഇല്ല. ഒന്ന് മോട്ടിവേറ്റ് ചെയ്യുമോ മിസ്, അല്ലെങ്കിൽ ഒരു മോട്ടിവേഷൻ തരുമോ? നമ്മുടെ കുട്ടികൾ കമൻറ്റ് സെക്ഷനിലൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ ഈ മോട്ടിവേഷന് വേണ്ടിയിട്ട്, ഇതൊരു മോട്ടിവേഷൻ ആണോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഒരു റിയാലിറ്റിയാണ്. ഇത് തിരഞ്ഞ് നിങ്ങൾ പുറത്തേക്കൊന്നും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ നിങ്ങളുടെ വീട്ടിലാണുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പാരൻസിനൊന്ന് നോക്കി നോക്കും, അവരെന്ത് ചെയ്യുകയാണ്? മിക്കവാറും വർക്ക് ചെയ്യായിരിക്കും. ഒന്നെങ്കിൽ വർക്കിന് പോയിട്ടുണ്ടാകും, അല്ലെങ്കിൽ വർക്ക് കഴിഞ്ഞ് വന്നതിന് ശേഷം നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാകും, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാകും. അപ്പോൾ അവരുടെ ഒരു എൻറ്റയർ ലൈഫ് നിങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ ഒരു 24/7 വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. അവർക്ക് എന്തിൻ്റെ ആവശ്യമുണ്ട്? ഇപ്പം ഇങ്ങനെ വർക്ക് ചെയ്ത് പൈസയൊക്കെ ഉണ്ടാക്കി നിങ്ങളെ പഠിപ്പിക്കേണ്ട ആവശ്യം എന്താ? അവർക്ക് ശരിക്കും ഇതൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ജോലിക്ക് പോവാം, പൈസ ഉണ്ടാക്കാം, അവർക്ക് അവരുടെ ലൈഫ് എൻജോയ് ചെയ്തൂടെ, ലോകം മുഴുവനും ചുറ്റിക്കാണാനൊക്കെ പോയിക്കൂടെ, വെറുതെ ഇരുന്നൂടെ, റിട്ടയർമെൻറ്റ് ലൈഫ് എൻജോയ് ചെയ്തൂടെ. അവരിതൊന്നും ചെയ്യാതെ അവരിത്രയും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലേ. നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ തരണം, നിങ്ങൾക്ക് നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്കൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ തന്ന് നിങ്ങളുടെ ലൈഫ് നല്ല അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അവരിങ്ങനെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ചിലപ്പോൾ അതിൽ പല പാരൻസിനും പല കാര്യങ്ങൾ കൊണ്ട് അവർക്ക് നല്ല രീതിയിൽ എഡ്യൂക്കേഷൻ കിട്ടിയിട്ടുണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഞങ്ങൾക്ക് കിട്ടാതിരുന്നൊരു കാര്യം ഞങ്ങളുടെ കുട്ടികൾക്ക് കിട്ടണം, അവരുടെ ലൈഫ് ഇതിലും ബെറ്റർ ആവണം എന്ന് ചിന്തിക്കുന്നവരാണ് എല്ലാവരും തന്നെ അല്ലേ. അപ്പം എല്ലാ പാരൻസും നിങ്ങളോട് പഠിക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എഡ്യൂക്കേഷനിലൂടെ നമ്മുടെ ലൈഫ് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ പാവപ്പെട്ടവരായിട്ടോ പൈസക്കാരായിട്ടോ എങ്ങനെ വേണേലും ജനിച്ചോട്ടെ, പക്ഷേ നമ്മുടെ ലൈഫ് എങ്ങനെ മാറ്റാം എന്നുള്ളത് അവർക്കറിയാം. കാരണം അത് എഡ്യൂക്കേഷനിലൂടെ മാത്രമേ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവരിപ്പോഴും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ, അല്ലെങ്കിൽ കുറച്ച് മനുഷ്യർ നിങ്ങളുടെ മുന്നിലുണ്ട്, നിങ്ങളുടെ വീട്ടിലുണ്ട്. അവരൊന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എന്തിനു വേണ്ടിയിട്ട് പഠിക്കണം എന്നുള്ളത്. കാരണം നിങ്ങൾ ആലോചിച്ച് നോക്കും മക്കളെ, നമുക്ക് വേണ്ടിയിട്ട് കുറേ ആൾക്കാർ വർക്ക് ചെയ്യാണ്, നമ്മളതൊന്നും കാണാതെ മോട്ടിവേഷനില്ല, പഠിക്കാൻ മൂടില്ല അല്ലേ, പഠിക്കാൻ തോന്നുന്നില്ല, ഇതൊക്കെ പറയുന്നതിൽ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കാം. അങ്ങനെ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? നിങ്ങളെപ്പോലെ അല്ലാത്ത ഒത്തിരി മക്കളുണ്ട്, പഠിക്കാൻ ആഗ്രഹമുള്ള പക്ഷേ ഇന്നും പഠിക്കാൻ പറ്റാത്ത കുറേ കുട്ടികളുണ്ട്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് പഠിക്കാനോ സ്കൂളിൽ പോകാനോ പറ്റാത്ത ജോലിക്ക് പോകുന്ന കുഞ്ഞു മക്കളുണ്ട്. അതൊന്നും അല്ലാതെ ലോകത്തിലുള്ള പല പ്രശ്നങ്ങൾ കാരണം ദുരിതം അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. നിങ്ങൾ ഈ ഒരു അവസ്ഥയിലൂടെ ഒന്നുമല്ല കടന്നു പോകുന്നത്. നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ബുക്സ് ഉണ്ട്, നോട്ടുണ്ട്, വീട്ടിൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണം ഉണ്ടാക്കി തരാനും, നിങ്ങൾ അത് വേണം ഇത് വേണം എന്നൊക്കെ പറയുന്ന സമയത്ത് അതൊക്കെ വാങ്ങിച്ചു തരാനും ഒക്കെ നിങ്ങൾക്കിപ്പോൾ ഈ വീഡിയോ കാണാനൊരു മൊബൈൽ ഫോണും നെറ്റും സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. എന്നിട്ടും നമ്മൾ ഇതൊന്നും ഉപയോഗിക്കുന്നില്ല. എന്തിനു വേണ്ടിയിട്ടാണോ നമ്മൾ ചെയ്യേണ്ടത് അതൊന്നും നമ്മൾ ഉപയോഗിക്കാതെ നമ്മളിങ്ങനെ മൂടില്ല, തോന്നുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഇതൊന്നും കിട്ടാത്ത ഒത്തിരി മക്കൾ, നിങ്ങളുടെ ഈ ഒരു സാഹചര്യം അവർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവാന്മാരായിട്ടുള്ള ആൾക്കാരായിട്ട് അവരെ കണക്കാക്കും. അപ്പോൾ നിങ്ങളുടെ ഇതേ സെയിം സിറ്റുവേഷൻ മറ്റൊരു ഗ്രൂപ്പ് ഓഫ് കുട്ടികൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവർ കൺസിഡർ ചെയ്യുന്നത് അവരെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭാഗ്യവാന്മാരായിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിക്കുക, മറ്റുള്ളൊരു കുട്ടീൻ്റെ പെർസ്പെക്റ്റീവിൽ നോക്കുമ്പോൾ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഭാഗ്യവാന്മാരായിട്ടുള്ള കുട്ടികളാണ് നിങ്ങളെല്ലാവരും. ഭാഗ്യവാന്മാരും ഭാഗ്യവതികളുമാണ്. ഇത്രയും ലക്ക് നിങ്ങൾക്ക് ഉണ്ടായിട്ടും നിങ്ങൾ മൂടില്ല, തോന്നുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പം നമ്മൾ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളതെങ്കിലും നമ്മളൊന്ന് നോക്കണം. ഓക്കെ, ഈ മോട്ടിവേഷൻ ഇല്ല, മൂടില്ല എന്നൊക്കെ പറയുന്നത് അങ്ങനെ തോന്നുന്ന സമയത്ത് നിങ്ങളുടെ പാരൻസിൻ്റെ മുഖം ഒന്ന് നോക്കിയാൽ മതി. അവരിപ്പോൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് നോക്കിയാൽ മതി. നമ്മൾക്ക് വേണ്ടി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു പാരൻസിൻ്റെ മുഖം കണ്ടിട്ടും നിങ്ങൾക്ക് ഒരു മൂഡും വരുന്നില്ല പഠിക്കാൻ, നിങ്ങൾക്കൊരു മോട്ടിവേഷനും വരുന്നില്ല പഠിക്കാൻ എന്നാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നും തന്നെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു സാഹചര്യങ്ങളിൽ എപ്പോഴും താങ്ക്ഫുള്ളായിരിക്കുക. അത് ഏറ്റവും ബെസ്റ്റായിട്ട്, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ട്, നിങ്ങൾ ടോപ്പർ ആവണം, നിങ്ങൾ ഫുൾ മാർക്ക് വാങ്ങിക്കണം അങ്ങനെയൊന്നും മിസ് പറയുന്നില്ല. നിങ്ങളുടെ ലെവൽ ബെസ്റ്റ് നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുക.
അത് ഇന്നു മുതൽ തന്നെ പഠിച്ചു തുടങ്ങുക. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാരൻസിനെ, നിങ്ങൾക്ക് വേണ്ടി മാത്രം വർക്ക് ചെയ്യുന്ന, നിങ്ങൾക്ക് നല്ലത് വരണം എന്ന് മാത്രം ചിന്തിക്കുന്ന നിങ്ങളുടെ പാരൻസിനെ ഹാപ്പി ആക്കാനും അതുവഴി നിങ്ങളുടെ ലൈഫ് മെച്ചപ്പെടാനും നിങ്ങൾക്ക് പറ്റും. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ കുട്ടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇനി വരുന്ന ആ ഒരു എക്സാമിനെ ടാർഗറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ക്ലാസ്സുകളാണെങ്കിൽ ക്ലാസ്സുകൾ കാണാം, വർക്ക്ഷീറ്റ് ചെയ്യാനാണെങ്കിൽ അത് ചെയ്യുക, PYQs ചെയ്യുക, നോട്ട്സ് വായിക്കുക, ബുക്ക് വായിക്കുക, എന്തൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുമോ അത് ചെയ്യുക. ഓക്കെ, നിങ്ങളങ്ങനെ ഇല്ലെങ്കിൽ ഇനി മുതലെങ്കിൽ അത് ചെയ്തു തുടങ്ങാം. ഇപ്പോൾ അത് ചെയ്യുന്നുണ്ട്, ഞങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുന്നുണ്ടെങ്കിൽ വെരി ഗുഡ്. ഓക്കെ, ഇനി ഏതെങ്കിലും മക്കൾ അങ്ങനെ ഒന്നും ചെയ്തു തുടങ്ങിയിട്ടില്ലെങ്കിൽ ഇപ്പം നിങ്ങളത് ചെയ്യേണ്ട സമയമാണ് മക്കളെ. അടിപൊളിയായിട്ട് പഠിക്കുക. അത് നമ്മുടെ എക്സാമിനറിൻ്റെ ബാച്ചിൽ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ബാച്ചിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി. നിങ്ങൾ എങ്ങനെ പഠിക്കുന്നു എന്നുള്ളതല്ല, അവസാനമായിട്ട് നിങ്ങൾ പഠിച്ചിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, നമ്മൾ അവസാനം നമ്മളുടെ എക്സാം പേപ്പർ കിട്ടുമ്പോൾ നമ്മൾക്ക് സന്തോഷത്തോടു കൂടിയിട്ട് ആ ഒരു പേപ്പർ അവർക്ക് നമ്മുടെ പാരൻസിന് കാണിച്ചു കൊടുത്താൽ മതിയാവും. അവർ ഈ കഷ്ടപ്പെടുന്നതൊക്കെ അവർ മറക്കും. നിങ്ങളുടെ ആ ഒരു സക്സസ് കാണുമ്പോൾ അവർ ഹാപ്പി ആയിരിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി, നമ്മുടെ പാരൻസിന് വേണ്ടിയിട്ട് നന്നായിട്ട് പഠിക്കുക. ഓൾ ദി വെരി ബെസ്റ്റ്. ഓക്കെ.